ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടും ബാക്കി തയ്ക്കാൻ പോകണം. ഇനി 2 പൂവും കുറച്ച് ഇലകളും മാത്രമേ ലെഫ്റ്റുള്ളൂ. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് നമ്മുടെ ജസ്റ്റ് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള കേട്ടോ. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് കുറച്ച് പോരായ്മകൾ. ഈ ഫ്ലവർ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കാൻ പോവാണ്. ഇത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റണം. അറിയില്ല എന്ന് പറഞ്ഞ് ആരും നിൽക്കല്ലേ. ആർക്കും തയ്ക്കാൻ പറയണം. സമയമില്ലെന്നും പറയണ്ട. കാരണം ഒരു ദിവസം ഒരു പൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അതിനധികം സമയം എടുക്കത്തില്ല. അങ്ങനെ നിങ്ങൾ ഒരാഴ്ച കൊണ്ടാണെങ്കിൽ പോലും ഇത്ര എംബ്രോയ്ഡറി ചെയ്ത് തീർക്കാം. നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം കേട്ടോ. ബാക്കി മുത്തുകളും കല്ലുകളും ഒക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതലും വെച്ച് വേണേലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇതുപോലെ നമ്മൾ നൂല് മുകളിലേക്ക് പൊക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ തയ്ച്ചിടത്തോട്ട് തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് വരിക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 8 നോട്ട് ഇട്ട് കൊടുക്കുക. 3 4 5 6 7 8. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇതിങ്ങനെ കയറി ഇതിനകത്തുനിന്ന് വരാൻ, ഈ ട്വിസ്റ്റിനകത്ത് വരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അത് ഇങ്ങനെ ഒന്ന് അയച്ചു കൊടുത്താൽ അത് ഇതിങ്ങനെ പോരും കേട്ടോ. ഇതാ പോവും. എളുപ്പമാണ്. ആദ്യം 1-2 എണ്ണം ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് കുഴപ്പമില്ലാതെ വരും കേട്ടോ. ഞാനും വലിയ എക്സ്പേർട്ടല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ചെയ്താൽ ഇത് പഠിച്ചാൽ കണ്ടോ. ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ എടുക്കുക. ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി താഴോട്ട് തയ്ച്ചു കൊടുക്കുക കണ്ടോ. അതിപ്പോൾ നമ്മൾ സെക്യൂറായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയ ഭാഗത്ത് തന്നെ വീണ്ടും വരിക. കണ്ടോ, നമ്മൾ വന്നിട്ട് എന്നാ എടുക്കുമെന്നറിയാമോ, നമ്മുടെ ഡെയ്സിനെ ഓർമ്മയില്ലേ, നമ്മൾ ഡെയ്സി പൂ ഉണ്ടാക്കിയേ, അതുപോലെ നമ്മളിവിടെ നിന്ന് ഒന്നുകൂടെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് ഇങ്ങനെ കുത്തിക്കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് തന്നെ എടുക്കും. ഇതേ നമ്മുടെ പഴയ ഡെയ്സി കുട്ടീനത്തെ വീണ്ടും ഉണ്ടാക്കുക നമ്മൾ. കണ്ടോ, നല്ല പ്രിട്ടി പെറ്റൽ നമുക്ക് കിട്ടി കണ്ടോ. ഇതുപോലെ നമ്മൾ ഓരോന്നും ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ ഈ ചുരിദാറും ഈ എംബ്രോയ്ഡറി മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആക്കും കണ്ടോ. നമുക്കൊരു 6 പെറ്റൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനുണ്ട്. നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും ആ നൂലിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. എടുത്തു. എന്നിട്ട് 8 എണ്ണം 1 2 3 4 5 6 7 8 കണ്ടോ. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സൂചിനെ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ പിരിച്ചെടുക്കും കണ്ടോ. കൈ കൊണ്ടൊന്ന് പിടിച്ചു വെച്ച് കൊടുക്കുമ്പോൾ നല്ല സുന്ദരിയായിട്ട് വരും കേട്ടോ. കണ്ടോ. ഇത് നമ്മളെന്താ എടുക്കും, ഇതിനെ താഴോട്ട് ഇതുപോലെ ഒന്ന് താത്തി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഫ്രെയിം ഇല്ലാത്തവരാണെങ്കിൽ അതിനെപ്പറ്റി പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ ഫ്രെയിം ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല ടൈറ്റ് ഫിറ്റായിട്ട് നല്ല ഭംഗി കിട്ടും. ഇനി അതോ ഇതൊന്നും ഇല്ലെങ്കിൽ കൈ പിടിച്ച് അതുപോലെ ബലത്തിൽ ചെയ്തെടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ എടുത്തു. എന്നിട്ട് തന്നെ എടുക്കും, നമ്മുടെ ഡെയ്സി കുട്ടീനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ഡെയ്സി കുട്ടീനെ നമ്മൾ ഇതുപോലെ തന്നെ കണ്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡെയ്സി കുട്ടി റെഡിയാണ്. കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ പഴയ പോലെ തന്നെ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ കേട്ടോ. കണ്ടോ. ഇനി നമ്മൾ അടുത്ത ഫ്ലവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും കുത്തുന്നു. ഓക്കെ, എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും കുത്തിയെടുത്തിട്ട് ഓക്കെ. എന്നിട്ട് നമ്മളൊരു 8 ട്വിസ്റ്റ് 1 2 3 4 5 6 7 8. നിങ്ങൾക്ക് ഇനി പൂക്കൾക്ക് വലുപ്പം വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ട്വിസ്റ്റിൻ്റെ എണ്ണം കൂട്ടാം. അതുപോലെ തന്നെ പൂക്കൾക്ക് ചെറിയ പൂക്കൾ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പൂക്കളുടെ ഈ ട്വിസ്റ്റിൻ്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. കണ്ടോ.
അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ 6 പെറ്റൽസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 3 എണ്ണം ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് 3 പെറ്റൽസ് നമുക്ക് ഉണ്ടാക്കാം. അധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 പൂക്കളും ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുത്തും അതുപോലെ തന്നെ റൈൻ സ്റ്റോണൊക്കെ നമുക്ക് പിന്നെ പിടിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് 2-3 ലീഫ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഫ്രെയിം മാറ്റിയിട്ട്, ഈ ഫ്രെയിം ഇല്ലാത്തവർക്കാണെങ്കിലും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫ്രെയിം ഇല്ലെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് ഇതിൻ്റെ മിഡിൽ കൂടെ നമുക്ക് നോർമൽ നീഡിലൊക്കെ മതി ഇതിന് വേണ്ടി, അറിയാലോ. കണ്ടോ, കിട്ടി. ചുമ്മാ ചേർക്കുവാണ്. ഒരു ഇതളായിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ഇതള ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒത്തിരി എളുപ്പമാട്ടോ ഇത് ചെയ്യാൻ. വലിയ നമ്മൾ 2 ഇതൾ ചെയ്തു. വീണ്ടും ഇതുപോലെ കുത്തി എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞായിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള തയ്യലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടതേ, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തയ്ക്കത്തില്ലേ, നമ്മൾ കുത്തുവിട്ട തുണിയൊക്കെ തയ്ക്കാൻ വേണ്ടി തയ്ക്കുന്ന പോലെ തന്നെ നമ്മളിതിനെ അടുപ്പിച്ചടുപ്പിച്ചതാ. ഇതുണ്ടോ, ഈ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ തുന്നിയെടുക്കുക. കണ്ടോ, നമുക്ക് ഒന്നുകൂടെ തുന്നിയെടുക്കാം. കണ്ടോ, ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഒരു പെറ്റലൂടെ ഇവിടെ ഒരു ലീഫ് കൂടെ ഉണ്ടാക്കിയേക്കാം. ഒരു കുഞ്ഞ് ലീഫ്. ഓക്കെ, ലീഫ് ഒത്തിരി അടുത്ത് പോയതാ. കുഞ്ഞ് ലീഫ് ഉണ്ടാക്കി ഓക്കെ. ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ഇവിടെ ഇപ്പം എൻഡ് ബിറ്റായില്ലേ, നമുക്ക് ഇച്ചിരി കൂടെ ഞാൻ ഇച്ചിരി വലിയ ലീഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ലീഫുകളൊക്കെ കംപ്ലീറ്റ് കണ്ടോ, ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തുടക്കം ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് വന്നതുകൊണ്ട് അത്ര ഭംഗിയായില്ല, പക്ഷേങ്കിൽ അവസാനം ആയപ്പോഴേക്ക് ലീഫുകളൊക്കെ ഭംഗിയാകാൻ തുടങ്ങി, പൂക്കൾ ഭംഗിയാകാൻ തുടങ്ങി. നോക്കിക്കേ ഓരോന്നിനും വരുന്ന ക്ലാരിറ്റി. നമ്മളിപ്പോൾ റഫായിട്ട് ഒരു തുണിയെ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കേട്ടോ. നിങ്ങൾ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരിക്കും, എനിക്കും ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയൊക്കെ എഴുന്നിട്ട് നൈറ്റായിരിക്കും ഉറങ്ങി എഴുന്നിട്ട് വന്നിട്ട് ഇച്ചിരി വീതം ചെയ്ത് വന്നിട്ടുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതേ പൂക്കൾ അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നോക്കിയേ. ഈ പൂക്കളിൽ നിന്നും ഈ പൂക്കളിൽ നിന്നൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ പൂക്കൾ ചെയ്ത് വരുമ്പോഴേക്കും കേട്ടോ ലീവ്സൊക്കെ ആണെങ്കിലും ഒരു നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീഫുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു, പൂക്കൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ബീഡ്സും മുത്തുകളും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മുത്ത് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ എത്രയോ ബട്ടൺസും ഹുക്കും നമ്മുടെ ഉടുപ്പ് പിടിപ്പിച്ചേക്കുന്നത്. നമ്മളോടാ കളി, നമ്മളെന്തും ചെയ്യും കേട്ടോ. സോ ഇത് നമ്മൾ മുത്ത് പിടിപ്പിച്ചു. അതിന് ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ആക്കാം, നമുക്ക് ഒന്നുകൂടെ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ മുത്തുകൾ പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ അറിയാം ഒരു കാര്യം, ഞാൻ ചെയ്ത് വരുമ്പോഴേക്കാണ് ഇത് ഓരോന്നും കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്തോറും നമുക്ക് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 2 മുത്ത് പിടിപ്പിച്ചു, അതിൻ്റെ ഈ പൂവിൻ്റെ തൊട്ടിപ്പുറത്ത് 2 മുത്ത് പിടിച്ചു. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈവനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭംഗിയുണ്ട്. കലകുലാന്ന് അവിടെ ഇവിടെ പിടിപ്പിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഭംഗി നോക്കി ഒരു വൃത്തിയില്ല കണ്ടോ. ഇത് ചെയ്ത് വന്നപ്പോഴേക്ക് പെട്ടെന്ന് വന്നായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ഈവനായിട്ട് അതിനെ തോന്നുന്നു. നോക്കിയേ ഇവിടെ നിങ്ങൾ കണ്ടു നോക്കിയേ എന്ത് ഭംഗിയില്ല മുത്ത് വരുന്നതെന്ന് നോക്കി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആ പെർഫെക്ഷൻ വരും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് മേക്ക് ബെറ്റർ ആണ് നമ്മളെ കേട്ടോ. അതുകൊണ്ട് ഡോണ്ട് വറി, 1-2 കാര്യങ്ങളിൽ ചെയ്ത് വരുമ്പോൾ ഒരു പ്രശ്നം ആദ്യം ചെയ്യുമ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നോ വറീസ് കേട്ടോ. നിങ്ങൾക്ക് ഈ എംബ്രോയിഡറി നിങ്ങളുടെ ബ്ലൗസുകൾ, സാരി ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ പിടിപ്പിക്കാൻ നല്ല സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ എന്നാ പറയുക, ടോപ്സോ ചുരിദാറോ അല്ലെങ്കിൽ നമ്മുടെ സാരിയുടെ ഒക്കെ ഫ്രണ്ട് പാർട്സിലൊക്കെ പിടിപ്പിക്കാൻ സൂപ്പറായിരിക്കും കേട്ടോ. ഫ്രണ്ട് വരുന്ന എംബ്രോയിഡറി പാർട്സൊക്കെ അടിപൊളിയായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മൾ ഒന്നിലും ഉപേക്ഷ വിചാരിക്കരുത്, നമ്മൾ ഒന്നിലും തോറ്റു കൊടുക്കരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയണം. എനിക്ക് നല്ല കുറേ മെസ്സേജസ് എനിക്ക് കിട്ടിയായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ നിന്നും. കുറച്ച് പേരൊക്കെ ചെയ്ത് നോക്കിയിട്ട് വളരെ ഭംഗിയായിരുന്നു, പഴയ ചുരിദാറുകളൊക്കെ ചെയ്തിട്ടും അത് നല്ല ലുക്കായി എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ അത് ചെയ്ത് നോക്കിയെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമായി. എന്നോട് പറഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതുപോലൊക്കെ പറയുക, അപ്പോൾ മറ്റുള്ളവർക്കും ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇൻസ്പിറേഷൻ ആകത്തില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്ത് നോക്കാഞ്ഞിട്ട് നമ്മൾ അയ്യോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഈ മുത്തുകൾക്കൊക്കെ നാട്ടിൽ വളരെ ചീപ്പറായിട്ട് കിട്ടും കേട്ടോ. 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ മുത്തുകൾ കിട്ടും. പക്ഷെ ഞാൻ ഇവിടുന്ന് വാങ്ങുമ്പോഴേക്കും എനിക്കിതിനെല്ലാം നല്ല വിലയാട്ടോ. ഈ മുത്തുകളൊക്കെ ഒരു കുഞ്ഞു മുത്തുകളാണെങ്കിൽ പോലും എനിക്ക് ഇവിടുന്ന് വാങ്ങുമ്പോൾ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനൊരു കുഞ്ഞു ഡപ്പയ്ക്കകത്ത് മുത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ കണക്കിന് 400 രൂപകളായി മുത്ത് വാങ്ങിച്ചിട്ട്, വെറും സില്ലി മുത്തുകൾ. ഇനി നാട്ടിലത്തേലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വോട്ടേവർ ഞാൻ ഈ വാങ്ങുന്ന മുത്തുകൾ ഇതുണ്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മുത്തുകൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളൂ. ഈ സ്റ്റോണുകളൊക്കെ ആയാലും 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ ചെറിയ പാക്കറ്റ് കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഡ്രസ്സുകളെ പിടിപ്പിക്കാൻ മാത്രമുണ്ട്. അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട, എല്ലാവരും ചെയ്ത് നോക്കണമെന്നാണ്. ഞാൻ ഈ റൈൻ സ്റ്റോണൊക്കെ ഇപ്പം ഇതാണ്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ തിളങ്ങുന്ന സംഭവമാണ് ഞാൻ വെക്കുന്നത്. ഇത് കണ്ടോ, അതവിടെ ഇരുന്നോളൂ, അങ്ങനെ പെട്ടെന്ന് ഇടയിൽ പോകത്തില്ല. പിന്നെ നമ്മൾ വർക്കുള്ള ചുരിദാറുകൾ സാധാരണ നമ്മൾ ഉള്ള എനർജി മുഴുവൻ എടുത്ത് ഉരച്ച് കഴുകത്തില്ലല്ലോ. നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് ജെൻറ്റിലായിട്ടല്ലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്തൊക്കെ കണ്ടോ, ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒട്ടിച്ച് ചെയ്യാൻ എന്തെല്ലാം വർക്കുകളുണ്ടെന്ന് അറിയാമോ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എക്സ്ട്രാ ഇതിനകത്ത് ഈ ഗ്ലൂ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇത് കൂടുതൽ ഗ്ലൂ ആയി പോയല്ലോ ഇട്ടേക്കുന്നത്. പക്ഷെ നത്തിങ് ടു വറി, ഇത് ഉണങ്ങിക്കഴിയുമ്പം ഈ എക്സ്ട്രാ ഇരിക്കുന്ന എല്ലാം ഡിസപ്പിയർ ആയി പോയിക്കോളും കേട്ടോ. അതോർത്ത് എംബ്രോയിഡറി മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മൾ മുത്ത് പിടിപ്പിച്ചു, റൈൻ സ്റ്റോൺ പിടിപ്പിച്ചു, പേഴ്സ് എല്ലാം നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യം ഇത് കുറച്ച് മുത്തുകൾ അവിടെ ഇവിടെ മാത്രമേ പിടിപ്പിച്ചിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഇത് നിറച്ചും മുത്തുകൾ അടുപ്പിച്ചടുപ്പിച്ച് പിടിച്ചപ്പോഴാണ് എനിക്കിത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത്. നിങ്ങൾ നോക്കിക്കേ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിക്കേ. ഇപ്പം നമ്മൾ സിമ്പിൾ എംബ്രോയിഡറി ആണ്, നമുക്ക് എത്ര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട് കാണിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ചുരാറുട്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഹാൻഡ് എംബ്രോയിഡറി? എന്നാ ഈസിയാന്ന് നോക്കി, എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഭംഗിയിൽ ഇത് വരുന്നു. പക്ഷേ നോക്കിക്കേ കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചുരിദാർ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തയ്യൽ പഠിക്കാൻ പോയപ്പോൾ
തയ്ച്ച ഒരു ചുരിദാറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പോരായ്മകളുണ്ട്. എൻ്റെ നെക്ക് ശരിയായിട്ടില്ല, ആം ഹോൾ ഒന്നും ശരിയായിട്ടില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിരുന്നാലും ഇത് തയ്ച്ച് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ എന്ത് രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പോരായ്മകളും ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ശരിയാക്കും. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ പാർട്ടിക്ക് പോലെ എനിക്കിതാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ മനസ്സ് മാത്രം മതി, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതട്ടെ. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ഒരുപാട് നന്ദി. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക, ഞാനൊക്കെ റിപ്ലൈ തരും കേട്ടോ. അതിനെയൊക്കെ ഞാൻ നല്ല ഒരു ആറ്റിറ്റ്യൂഡോട് തന്നെയായിരിക്കും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് ഉടനെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.